الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സവിശേഷമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഹജ്ജിന്റെ ആത്മാവ് എന്ന വിഷയമാണ്. നമ്മുടെ ശരീരത്തിൽ ആത്മാവ് നിലകൊള്ളുമ്പോൾ എന്തെന്നില്ലാത്ത ജീവനും ജീവസ്സും ചലനവും ചൈതന്യവും വെളിച്ചവും തെളിച്ചവും ഒക്കെ കിട്ടും. മരിക്കുന്നതോടുകൂടി ആ ജഡം ഒന്നുമല്ലാതായി മാറി. അത് ഖബറിലേക്കുള്ളതാണ്. അത് നശിച്ച് എല്ലും പല്ലും നഖവും മുടിയും മാത്രം കുറച്ചു കാലം ബാക്കിയാവും. പിന്നെ അതെല്ലാം പോകും. അതുപോലെയാണ് ആത്മാവില്ലാത്ത എല്ലാ പ്രവൃത്തികളും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തനുസരിച്ചാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് പഠിപ്പിക്കപ്പെട്ടത്. നമ്മൾ റമളാൻ കഴിഞ്ഞു പോയി. മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനും കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹവും, അതാണ് അതിന്റെ ചൈതന്യം. മൻ ഖാമ റമളാന, റമളാനിലെ ഖിയാമുൽ ലൈൽ, അവിടെയും ഈമാനൻ വഹ്തിസാബൻ, ഈമാനും കൂലി കിട്ടണം എന്ന ആഗ്രഹം, അതാണ് ചൈതന്യം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ അവിടെയും ഈമാനും വഹ്തിസാബൻ. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ, പരലോകത്തെ ആഗ്രഹിക്കുക, പ്രവർത്തിക്കേണ്ട വിധം പ്രവർത്തിക്കുക, ഇത്തിബാഉ വഹുവ മുഅ്മിൻ, ഈമാൻ ഉണ്ടായിരിക്കുക. സൂറത്ത് ഇസ്രായിൽ ആയത്ത്. ഇവിടെ എല്ലാം ഇതിന്റെ ചൈതന്യമാണ് പറയുന്നത്. ഇബ്തിഗാ അല്ലാഹ്, അള്ളാഹിനെ ആഗ്രഹിക്കുക. ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹിനെ ആഗ്രഹിക്കുക. വഹുവ മുഹ്സിനുൻ, നന്നാക്കി ചെയ്യാം. ഇങ്ങനെയുള്ള വാക്കുകൾ. അപ്പൊ അത് ഹജ്ജിൽ മാത്രം ഇല്ലാതാകുന്നില്ല. മാത്രമല്ല ഹജ്ജ് പരസ്യമാണ്. സക്കാത്ത് 1 മിനിറ്റാണ്. നോമ്പ് ആരും അറിയുന്നില്ല. നിസ്കാരം 5 നേരം കൂടിയാൽ അരമണിക്കൂറാണ്. ഇത് 6 ദിവസമാണ്. ഹിജ്ജ 8 എത്രയാണ്? 8, 9, 10, 11, 12, 13, 6 ദിവസം. ഈ 6 ദിവസമാകട്ടെ എല്ലാം പരസ്യമാണ്. ലക്ഷോപലക്ഷം ആളുകളാണ് ഇപ്പൊ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ ഹജ്ജും അതിന്റെ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞ രീതിയിൽ ആകണം. ഇവിടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ കഴിയുന്ന 150 കോടി ജനങ്ങൾ, അവരിൽ ഒരാൾ പോലും അവിടെ പോകാൻ ആഗ്രഹിക്കാത്തതായി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്പം ഈമാൻ, അല്പം ഇസ്ലാം ഉള്ളവരെല്ലാം അത് ആഗ്രഹിക്കുന്നു. അള്ളാഹുവേ, ഞങ്ങളെ നീ അവിടെ എത്തിക്കണം. ഒന്നല്ല, പിന്നെയോ വീണ്ടും 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 എത്രയും ഹജ്ജും ഉംറയും ചെയ്യാൻ ആണ് നമ്മുടെ ആഗ്രഹം. ചില ആളുകൾക്കൊക്കെ അത് എപ്പോഴും നടക്കും, ചില ആളുകൾക്ക് നടക്കുകയില്ല എല്ലാം. പക്ഷേ അത് വിചാരിച്ച് താടിക്കുകയും കൊടുത്ത് ദുഃഖിതരായി മ്ലാനവതരായി നിൽക്കുകയല്ല. കാരണം പ്രതീക്ഷ നൽകുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുണ്ട്. ബുഖാരിയായി 6491 അള്ളാഹു അരുളി, ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മയും തിന്മയും ഒക്കെ അള്ളാഹു രേഖപ്പെടുത്തി. ഒരാൾ നല്ലത് വിചാരിച്ചു, അത് ചെയ്തു, 7, 700 അങ്ങനെ പോകുന്നു അതിന്റെ കൂലി. ചെയ്യാൻ വിചാരിച്ചു, ചെയ്യാൻ കഴിഞ്ഞില്ല, നന്മ എഴുതപ്പെടുകയാണ്. ആരോഗ്യമില്ലാത്ത സമയത്ത്, പണമില്ലാത്ത സമയത്ത്
അള്ളാഹു മലക്കുകളോട് പറയും, പണമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, നാട്ടിലായിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്തിരുന്നു അത് മുഴുവൻ രേഖപ്പെടുത്തിക്കോളൂ എന്ന്. അപ്പൊ നമുക്ക് എന്താ ആഗ്രഹിച്ചാൽ, ഇന്ന് ഒരു സഹോദരി പറയുകയായിരുന്നു, ഒരു മസ്ജിദ് ഉണ്ടാക്കണം. അപ്പൊ കൂലി അപ്പൊ തന്നെ എഴുതപ്പെട്ടു. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അവര് പറയുകയായിരുന്നു, നമുക്കൊരു സ്ഥാപനം തുടങ്ങണം. പറയുന്നതോടുകൂടി അത് രേഖപ്പെട്ടു. കൂലി ഇൻഷാ അല്ലാഹ് ലഭിച്ചു കഴിഞ്ഞു. ഇത് വെറും വാക്കല്ല, അള്ളാഹു ഉള്ളിലേക്ക് നോക്കുന്നു. ഉള്ളിലേക്ക് മാത്രമല്ല, വാക്കിലേക്ക് നോക്കും. ചില ആളുകൾ പറയും അള്ളാഹു ഉള്ളിലേക്ക് മാത്രമാണ് നോക്കണം. അങ്ങനെയല്ല. വഅമാലിക്കും ലക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ കൽബിലേക്കും നിങ്ങളുടെ കർമ്മത്തിലേക്കും നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പൈസ ഉണ്ടായാൽ അത് ചെയ്യാതിരുന്നാൽ അത് അള്ളാഹുവിനെ കളിയാക്കലാകുമല്ലോ. പണം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരുന്നാൽ അത് അള്ളാഹുവിനെ കളിയാക്കലാണ്, അത് കുഫ്രിലേക്ക് എത്തുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, മാഷാ അള്ളാഹ്. എത്ര ആൾക്കാർ ഈ കഴിഞ്ഞ റമദാനിൽ എത്ര ലക്ഷം ആളുകൾ, 30 ലക്ഷമാണ് ഉംറക്ക് വന്നിരിക്കുന്നത്. കാലുകുത്താൻ ഇടമുണ്ടായത് കൊണ്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് തിരക്കില്ല എന്നാണ്. കാരണം നമ്മളെ കാലുകുത്താൻ അവിടെ സ്ഥലം ഉണ്ടല്ലോ. നമ്മളെ കാലുകുത്താൻ അവിടെ സ്ഥലമുണ്ടെങ്കിൽ തിരക്കില്ല. അപ്പൊ അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് ക്ഷീണമില്ല, നമുക്ക് പ്രയാസങ്ങളില്ല. തൊട്ടടുത്ത് കുറേ ആൾക്കാരുണ്ടെന്നല്ലേ ഉള്ളൂ. അവരുടെ സാക്ഷ്യം നമുക്ക് ലഭിക്കും. നമ്മളുടെ ചുമൽ അവരുടെ ചുമലുമായി, നമ്മുടെ കാൽ അവരുടെ കാലുമായി തൊട്ടാൽ പരലോകത്ത് സാക്ഷിത്വത്തിൽ അവരും പെടും. ഇപ്പൊ നമ്മൾ അവരെ അറിയില്ല, അവരങ്ങനെ പോയി മിന്നി മറിഞ്ഞു പോയി, വേറെ വേറെ ആളുകളായി. പക്ഷേ പരലോകത്ത് ഇൻഷാ അല്ലാഹ് കുല്ലു നഫ്സിൻ മഅഹ സായിഖും വശഹീദ്, ഷഹീദൻ ശുഹദാ എന്ന് പറഞ്ഞില്ലേ? ഷഹീദൻ ശുഹദാ, സാക്ഷികൾ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്കത് ചെയ്താൽ മതി. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഏതൊക്കെയാണ്? ഓർമ്മണ്ടോ? എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞ അർത്ഥം? ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്ന്. അവിടെ തന്നെ അതിന്റെ ആത്മാവ് അള്ളാഹു വാക്കിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുക. ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. അപ്പോ അൽഹംദുലില്ലാഹ്, ഉദ്ദേശ്യമാണ് അതിന്റെ പ്രധാന വശം. സൂറത്തുൽ ബഖറ ഒന്ന് ആവശ്യമുള്ള ആൾക്കാരൊക്കെ നോട്ട് ചെയ്തോളി. മൊബൈലിലോ കടലാസിലോ അതല്ലെങ്കിൽ തലച്ചോറിലോ. അറബികളൊക്കെ തലച്ചോറിൽ അത് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ഖുർആനും 80,000-ത്തിലധികം വരുന്ന ഹദീസുകളും അത് ലോകത്തിന്റെ പല ഭാഗത്തും വെച്ച് പല സഹാബിമാരും റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൃത്യമായി കിട്ടിയത്, ഖുർആൻ കൃത്യമായി കിട്ടിയത്. അപ്പൊ തലച്ചോറ് അതിന് മാത്രം വിശാലമാകണം, അത് നിലനിർത്താനുള്ള കഴിവും താല്പര്യവും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാഷാ അള്ളാഹ്, ഒരുപാട് ആൾക്കാർ ആയത്തുകളും ഹദീസുകളും മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുന്നു, തജ്വീദോടുകൂടി ഹിഫ്ള് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ബഖറ 158-ാമത്തെ ആയത്താണ് ആദ്യമായി നമ്മൾ ഹജ്ജിനെ കുറിച്ച് വായിക്കുന്നത്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിം വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ ആയത്ത് നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് നമ്മൾ കൂടുതലായി അത് ചെയ്തത്? അത് സഫയിലും മർവയിലും 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ഈ ആയത്ത് ഓതുന്നുണ്ട്. ആദ്യത്തെ പ്രാവശ്യം നബ്ദഉ ബിമാ ബദഅ അല്ലാഹ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്നൊരു വാക്ക് കൂടി പറയുന്നുണ്ട്. എന്താ? ഇന്ന സഫ, അത് കഴിഞ്ഞിട്ടാണ് മർവ. അപ്പൊ നമ്മൾ ആദ്യം സഫയിൽ പോകുന്നു. കൃത്യമാണ്, എല്ലാം കണിശമാണ്. നമ്മുടെ ബുദ്ധിയുടെയും വിവേകത്തിന്റെയും തന്റെ ഇടത്തിന്റെയും വിവരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും എല്ലാ ഭാഗങ്ങളും നമ്മൾ അവിടെ അള്ളാഹുവിന് സമർപ്പിച്ചു. നമ്മൾ അങ്ങനെ ഒഴുകുകയാണ്, നമ്മൾ അങ്ങനെ നടക്കുകയാണ്, നമ്മൾ ഇരിക്കുകയാണ്, കിടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി റബ്ബിന്റെ കൽപ്പന പ്രകാരം. ആദ്യമായി നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഈ ആയത്താണ്. സഫയും മർവയും അള്ളാഹുവിന്റെ അടയാളങ്ങളാണ് തുടങ്ങിയ ആയത്ത്. അപ്പൊ ആയത്തിന്റെ ബാക്കി ഭാഗവും അതിന്റെ അർത്ഥവും ആശയമൊക്കെ നിങ്ങൾ അറിയുന്നതാണ്. അറിയാത്തവർ തീർച്ചയായും പിന്നീട് അത് വായിച്ചു നോക്കുക, നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ആയത്ത് ബഖറയിലെ 189-ാമത്തെ ആയത്ത്. യസ്അലൂനക അനിൽ അഹില്ലത്തി, പിറവിചന്ദ്രന്മാരെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കും. ഖുൽ, പറയുക, ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്ക് സമയം അറിയാനുള്ള സന്ദർഭമാണ്, സമയമാണ്, കാലമാണ്. വൽ ഹജ്ജ്, പിന്നെ പറഞ്ഞ ഹജ്ജാണ്. ഈ മവാഖീതു ലിന്നാസ് എന്താണ്? റമളാനാണ്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ഹജ്ജ്, ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, 4
നോമ്പ്. ഹജ്ജ് അഞ്ചാമത്തത്. അവിടെ മവാഖിത്ത് ലിന്നാസി, ജനങ്ങൾക്ക് സമയമറിയാൻ, വൽ ഹജ്ജ്. അപ്പോ കൗതുകം, ആയത്തുകളിലെ കൗതുകം നമ്മൾ പരിശോധിക്കുക. 196 ആയത്താണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം. അപ്പോ പരിപൂർണതയുടെ സന്ദേശം, പരിപൂർണതയുടെ സന്ദേശം. ഫഅതമ്മ റുകൂഅഹ വസുജൂദഹ എന്ന് പറഞ്ഞില്ലേ, നിസ്കാരം അതമ്മ റുകൂഅഹ വസുജൂദഹ, റുകൂഉം സുജൂദും ഒക്കെ പൂർത്തിയാക്കുക. അത്ഖന കുല്ല ഷൈഇൻ, അള്ളാഹു എല്ലാ പ്രപഞ്ച സൃഷ്ടികളെയും പടച്ചത് അതിന്റെ പരിപൂർണമായ ഭദ്രതയെ, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, സൃഷ്ടിച്ചതെല്ലാം നന്നാക്കിയിട്ടാണ്. അപ്പൊ നമ്മളോടും ചെയ്യാൻ പറയുന്നത് അങ്ങനെ തന്നെ. അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. നാലാമത്തേത് 197 ആയത്താണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ്. ഷഹ്റു റമളാൻ, അത് റമളാൻ എന്ന് പറഞ്ഞു. നിസ്കാരം മശ്രിഖ്, സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഒക്കെ പറഞ്ഞു അല്ലെ. ഇതോ സക്കാത്ത് കൊല്ലം തികയുമ്പോൾ, കാലം തികയുമ്പോൾ എന്ന് പറഞ്ഞു. ഹജ്ജോ അശ്ഹുറും മഅലൂമാത്ത്, നിങ്ങൾക്കറിയാലോ. അതെന്താ? ലോകത്ത് ഹജ്ജ് ആളുകൾക്ക് ആയിരക്കണക്കിന് കൊല്ലങ്ങളായി അറിയാം അത് ഇന്ന മാസത്തിലാണ് എന്ന്. അതുകൊണ്ട് അവിടെ അശ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസം. ഇത് ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരു പോയിന്റ് അവിടെ ഉണ്ട് അല്ലെ, നോക്കൂ നിങ്ങൾ. അപ്പൊ ഇവിടെ അശ്ഹുർ എന്ന് പറഞ്ഞു. അശ്ഹുർ എന്ന് പറഞ്ഞാൽ രണ്ടിലധികം മാസം വേണം, ബഹുവചനമാണ്. ഷഹ്ർ, അശ്ഹുർ, ഷഹ്ർ, ഷുഹൂർ. അപ്പൊ എന്താ അശ്ഹുർ എന്ന് പറയാൻ? ആകെ 6 ദിവസം ദുൽഹിജ്ജ മാസത്തിലെ 8, 9, 10, 11, 12, 13. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പോ ഏത് കാലത്തും ഹജ്ജ് സമാധാനപരമായി നടക്കണം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ഇന്നത്തെ വാഹന സൗകര്യങ്ങളൊക്കെ പെട്രോൾ 3 ദിവസം തീർന്നാൽ ഒഴിവാകും, കറണ്ട് പോയാൽ കഴിഞ്ഞു. അപ്പോഴും നമുക്ക് ഹജ്ജ് ചെയ്യണം. അപ്പൊ നമുക്ക് പഴയ കാളവണ്ടിയോ കുതിരവണ്ടിയോ ഒക്കെ വേണ്ടി വരും. കഴുതയോ ഒട്ടകമോ കുതിരയോ എല്ലായിടത്തും കിട്ടൂല. അപ്പൊ നമുക്ക് റിജാലൻ നടന്നുകൊണ്ട്, വാലാക്കുല്ലിലാമിരിൻ, മെലിഞ്ഞുണങ്ങിയ ഒട്ടകങ്ങളുടെ പുറത്ത്. ആ വരവിന്റെ ആ ഗാംഭീര്യം നോക്കണം. ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നങ്ങനെ വന്ന് തിരിച്ചിങ്ങനെ വരുമ്പോ 3 മാസം അൽഹംദുലില്ലാ, അപ്പോഴും നമുക്ക് ഹജ്ജ് വേണം. അവിടെ അള്ളാഹു അശ്ഹുർ എന്ന് പറഞ്ഞു. മുന്നൊരുക്കങ്ങളാണ്, അമലുകളുടെ പൂർത്തീകരണം, കർമ്മനിരതമായ രംഗങ്ങൾ, പൂർത്തീകരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഒതുടുക്കുമ്പോൾ പൂർത്തിയായി ഒതുക്കും. അസ്ബഗ പൂർത്തിയാക്കുക. എല്ലാ കർമ്മങ്ങളിലും ഉണ്ട് ആ പൂർത്തീകരണം. നമ്മുടെ വാക്കുകൾ നിറഞ്ഞതായിരിക്കണം, പൂർത്തിയാകണം. ചില വാക്കുകൾ പൂർത്തിയാകൂല സംസാരിക്കുമ്പോൾ, ചില ആളുകൾ. അപ്പൊ എന്താ സംസാരിച്ചതെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് റബ്ബിശ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി, എന്ന നാവിന്റെ കെട്ട് നീ അഴിക്കണേ, യഫ്ഖഹു ഖൗലി, ഞാൻ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാം. പറയുന്നത് മനസ്സിലാകണം, മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. കടിച്ചപ്പൊട്ടാത്ത സാഹിത്യമല്ല. ബലാഗ എന്ന് അറബി ഭാഷയിൽ പറയും. അറബി ഭാഷക്ക് ബലാഗ എന്ന് പറഞ്ഞാൽ എത്തിയത് എന്നാണ്. ബലഗ എത്തി, ബുലൂഗ് പ്രായം എത്തി. ബലാഗ എന്ന് പറഞ്ഞ സാഹിത്യം. സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ എത്തണം. എവിടെ എത്തണം? ചെവിയിലെത്തുന്നുണ്ട്, കണ്ണിലെത്തുന്നുണ്ട്, ഓക്കെ. പിന്നെയോ തലച്ചോറിലെത്തണം, പിന്നെയോ മനസ്സിലെത്തണം. അപ്പോ പരിപൂർണമാകണം വാക്കുകൾ, അക്ഷരങ്ങൾ സ്ഫുടമാകണം. അതുപോലെ കർമ്മങ്ങളെല്ലാം. ശരി. അപ്പോൾ 197 ആയത്ത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമ. അതിന്റെ ബാക്കി നിയമങ്ങളൊക്കെ അതിൽ ആ ആയത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ബലികർമ്മങ്ങൾ, ബലിമൃഗത്തെ കൊണ്ടുവരുന്ന വിഷയം, മറ്റെല്ലാം പറയുന്നുണ്ട്. 199 സുമ്മ അഫീദു, നിങ്ങൾ ഒഴുകുവിൻ, മിൻ ഹൈസു അഫാദൻ നാസ്, ജനങ്ങളെല്ലാവരും ഒഴുകുന്നിടത്ത്. ഹജ്ജിന്റെ മധുര മനോഹരമായ രംഗമാണത്.
ഒഴുകണമെന്നാ പറയും. അത് ഒരു ഒഴുക്ക് തന്നെയാണ്. ലക്ഷോപലക്ഷം ആളുകൾ, ആ കിലോമീറ്ററുകൾ, ആ അറഫയിൽ നിന്നുള്ള ആ യാത്ര, അറഫയിൽ വരാത്ത മക്കയിലെ ഖുറൈശികൾ, VVIP-കൾ, അവർക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകുകയാണ് അള്ളാഹു. ആളുകളെ എങ്ങനെയാണോ അങ്ങനെ, ജനങ്ങളെല്ലാം എങ്ങനെയാണോ അങ്ങനെ. അത് ഈമാന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, ബുദ്ധിജീവികളാണ്, ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണ്, പണ്ഡിതന്മാരാണ്, തറവാട്ടുകാരാണ്, പന്തക്ക് പിറന്നവരാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയും. അതൊന്നുമല്ല, നമ്മളെല്ലാവരും ആദം നബിയുടെ മക്കളാണ്. ആദം അലൈഹിസ്സലാമിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആ പഴം തിന്നരുത് എന്ന് അവിടെ അറിവില്ലായ്മ കൊണ്ട്, നല്ല ആത്മവിശ്വാസ കുറവ് കൊണ്ട്, മനക്കരുത്തിന്റെ കുറവ് കൊണ്ട് ആ പഴം തിന്ന് അങ്ങനെ സ്വന്തം തറവാട്ടിൽ നിന്ന് തിരിച്ച് പുറത്താക്കപ്പെട്ട ആളാണ് ആദം അലൈഹിസ്സലാം. ആ ആദമിന്റെ പാവം മക്കളാണ് നമ്മളൊക്കെ. ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു, ആ കൊന്നവന്റെ മക്കളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് അഹങ്കരിക്കാൻ വകയൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾ എല്ലാവരും ഒഴുകുന്നിടത്ത് തന്നെ നിങ്ങൾ ഒഴുകുവിൻ എന്ന കൽപ്പന വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ഒരേ രീതിയിലാകണം, ഇസ്ലാം ഒരേ രീതിയിലാകണം. അപ്പോൾ സീസൺ ടിക്കറ്റ് ഇല്ല എല്ലാ കാലത്തും. അതുപോലെ VIP ഗ്യാലറികളൊക്കെ പല സ്ഥലത്തും കാണാം, VVIP കാറ്റഗറി കാണാം. അങ്ങനെ വലിയ വലിയ ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കാണാം. പക്ഷെ ഇസ്ലാം മതത്തിൽ അതൊന്നുമില്ല. സർവ്വസാധാരണമായ രീതി. ആമിനു കമാ ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സാധാരണക്കാരാകണം. അൽ ഹനീഫിയത്തു സംഹ, വക്രതയില്ലാത്ത വിശാലമായ മതം, കെട്ടിക്കൊടുക്കൊന്നുമില്ല. അപ്പൊ ആര് പറഞ്ഞതും മനസ്സിലാകണം, മനസ്സിലാകാത്ത വാക്കുകളില്ല. ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് ഈ ആയത്തിലും അടുത്ത ആയത്തിലുമാണ് പ്രസിദ്ധമായ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. എപ്പോഴും നമ്മൾ ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് ഏറ്റവും കൂടുതൽ, സാധാരണ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബൻ. പടച്ചോനെ കൊണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഹസനത്താണ്, നന്മയാണ്. എന്താണ് നന്മ? എപ്പോഴാണ് നന്മയാകുന്നത്? തുമ്മിയാൽ എന്താ പറയാ? അൽഹംദുലില്ലാ. ഓക്കെ. ബിരിയാണി തിന്നാൽ എന്താ പറയാ? അൽഹംദുലില്ലാ. മകൻ മരിച്ചാൽ, മകൾ മരിച്ചാൽ എന്താ പറയാ? അൽഹംദുലില്ലാ. അപ്പൊ അതെന്താ നന്മ? എന്തിനാ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? വെള്ളിയാഴ്ച തോറും നമ്മൾ എപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട്. എന്ത്? ഒരാളെ കണ്ടു, ഒരു കുട്ടിയെ കണ്ടു, ഫഖതലഹു, ആ കുട്ടിയെ കൊന്നു. മൂസാ അലൈഹിസ്സലാം ചൂടായി. ഖളീർ അലൈഹിസ്സലാം പറഞ്ഞു ചൂടാകരുത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ആ കുട്ടി മരിച്ചത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. അബവാഹു മുഅ്മിനൈനി, ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനുകളായി. എത്രയെത്ര മാതാപിതാക്കൾ! നമ്മളൊക്കെ മാതാപിതാക്കളാണ്. നമ്മളെ പറ്റിയൊന്നും എവിടെയും ഖുർആൻ പറഞ്ഞില്ല. ഇതാ ആ കുട്ടിയുടെ ബാപ്പനെ പറ്റി, ഉമ്മയെ പറ്റി പറയുക. ആ കുട്ടി വളർന്നു വന്നാൽ മാതാപിതാക്കൾക്ക് ദോഷം വന്നു. അതുകൊണ്ട് ആ കുട്ടിക്ക് മരണം അള്ളാഹു നിശ്ചയിക്കുക. അപ്പോ സ്വന്തം മകൻ മരിച്ചാൽ, മകൾ മരിച്ചാൽ മാതാപിതാക്കൾ എന്ത് പറയണം? അൽഹംദുലില്ലാ, എല്ലാം അൽഹംദുലില്ലാ. അപ്പൊ റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന് മാത്രമല്ല, ഹസനത്തൻ, നന്മ. നമുക്ക് കിട്ടേണ്ടത് നന്മയാണ്. പണം നന്മയാകണം, സൗന്ദര്യം നന്മയാകണം, മാതാപിതാക്കൾ നന്മയാകണം, മക്കൾ നന്മയാകണം, കച്ചവടവും കൃഷിയും ഏർപ്പാടും ഇടപാടും ഇടപെടലും എല്ലാം നന്മയാകണം. എല്ലാ ബന്ധങ്ങളും നമുക്ക് നന്മയാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ താ എന്നല്ല, സ്വാലിഹികളിൽപ്പെട്ട ഒരു കുട്ടിയെ താ. യരീസുനി വയരീസു മിൻ ആലി യാഖൂബ്, എന്റെയും യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കുന്നു. സ്വത്തല്ല, മക്കൾക്ക് ജോലി, ഗവൺമെന്റ് ജോലി, ബാപ്പ മരിച്ചാൽ അതല്ല, കച്ചവടം അതല്ല, പിന്നെയോ പ്രവർത്തനമാണ്, പ്രബോധനമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? സക്കരിയ അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കൊന്നു. മകൻ യഹിയയെയും അലൈഹിസ്സലാം ആൾക്കാർ കൊന്നു. എന്താണ് ആ പാരമ്പര്യം? പരലോകത്തിന്റെ പാരമ്പര്യമാണ്.
സ്വർഗത്തിന്റെ പാരമ്പര്യമാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കിട്ടിയ പാരമ്പര്യമാണ്. നമ്മളെല്ലാവരും പാരമ്പര്യം നിലനിർത്തണം. ആദം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം, അതുമുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നബിമാരുടെയും പാരമ്പര്യം, അതിന്റെ എല്ലാം അംശങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലും ജീവിതത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും ഉണ്ടാകണം. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പൊ രണ്ടു തരം പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത. പരലോകത്തും നന്മ, അത് സ്വർഗം മാത്രമാണ്, വേറൊന്നുമില്ല. ഇഹലോകത്ത് നന്മയും തിന്മയും നല്ലതും അല്ലാത്തതും ഗുണവും ദോഷവും ഉപകാരവും ഉപദ്രവവും എല്ലാം നിറഞ്ഞ ലോകത്തും നമുക്ക് വേണ്ടത് നന്മ മാത്രം. അത് നമ്മൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുകയും വേണം. തെരഞ്ഞെടുക്കാനുള്ള തൗഫീഖ് റബ്ബിൽ നിന്ന് കിട്ടുകയും വേണം. നന്നായി എന്ന് പലരും പലതിനെ കുറിച്ചും പറയും. കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും, രണ്ടുപേരിൽ ഇങ്ങനെ പൊക്കി പിടിക്കും, ഉഷാറായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ അതൊക്കെ നന്മയാണോ അല്ലേ എന്ന് നമ്മൾ ദീനിന്റെ നിയമങ്ങൾ കൊണ്ട് വിലയിരുത്തണം. അപ്പോഴാണ് അത് നന്മയാവുക. അങ്ങനെയുള്ള നന്മ മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. നന്നു എന്ന് ആളുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം നന്നാവുകയില്ല. നല്ലതല്ല എന്ന് ആളുകൾ പറഞ്ഞതുകൊണ്ട് ചീത്തയാവുകയുമില്ല. 200 ആണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. 201 ഉലൈക ലഹും നസീബുൻ, അവർക്ക് അതിന്റെ ഓഹരിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഓഹരി, പ്രവർത്തനത്തിന്റെ ഓഹരി എല്ലാം. 202 വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുക. ഹജ്ജിന്റെ കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം ദിക്റ് ദിക്റ് ദിക്റ്. കാരണം ദൈവസ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്. ദൈവസ്മരണ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ദിവസങ്ങളാണ്. വേഷം ആ രീതിയിലാണ്. ഇഹ്റാം, എന്താ വാക്കിന്റെ അർത്ഥം? ഇഹ്റാം, ഇഹ്റാം എന്നത് നിയ്യത്താണ്. സ്ത്രീകൾക്കൊരു മാറ്റവുമില്ല, സാധാരണ വസ്ത്രം തന്നെയാണ്. രാജാവും പ്രജയും പണക്കാരനും പണിക്കാരനും പട്ടിണിക്കാരനും ഏത് നാട്ടുകാരനും സുന്ദരനും വിരൂപനും സമ്പൂർണ്ണ അംഗമുള്ള ആളും അംഗവൈകല്യമുള്ള ആളുമെല്ലാം ആ 2 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹറാമായിത്തീരുന്നത്. അതെല്ലാം ഹറം 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 എന്ന പ്രദേശം തൊടാൻ പാടില്ല. ചെടി നശിപ്പിക്കരുത്, വേട്ടയാടരുത്. എത്രയെത്ര നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. ആ മണ്ണും മറ്റേ മണ്ണും തമ്മിൽ ലബോറട്ടറിയിൽ പരിശോധിച്ചാൽ ഒന്നും കിട്ടാനില്ല. പക്ഷേ അത് ഹറമാണ്. നമ്മൾ എവിടെയാണോ ഹജ്ജ്, അവിടെയാണ് ഉംറ. മിന, അറഫ, മുസ്ദലിഫ, മഷ്അർ, സഫ, മർവ, സംസം, കഅബ, ഹജർ, ഹിജർ, എന്തൊക്കെയാണ് കത്തിജ്വലിക്കുന്ന തിളങ്ങുന്ന ഓർമ്മകൾ. അപ്പോ അവിടെ ദിക്ർ, 2 തരം ദിക്റുണ്ട്. ഒന്ന് ചരിത്രത്തിന്റെ ഓർമ്മ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജർ തുടങ്ങിയ ഒരുപാട് ചരിത്ര പുരുഷന്മാരുടെ മഹത്തായ ചരിത്രത്തിന്റെ ത്യാഗത്തിന്റെ തീച്ചൂളയിലൂടെ നടന്നുപോയ ആ രംഗങ്ങൾ, അത് നമ്മൾ ഓർക്കുന്നുണ്ട്. 2, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട്. അത് ലബൈക്കയും അതിൽപ്പെട്ടതാണ്. ആ ലബൈക്കയുടെ തിരയടികൾ, അലയൊലികൾ, കഅബാലയത്തിന്റെ ചുറ്റും ദിക്കുകൾ ഒന്നിക്കുകയാണ്. ഞൊറികളുടുത്ത കഅബാലയത്തിന്റെ പശ്ചാത്തലത്തിൽ ദിക്കുകൾ ഒരുമിക്കുകയാണ്. ഭാഷ, ദേശ വ്യത്യാസങ്ങളെല്ലാം അവിടെ ഇല്ലാതാവുകയാണ്. നോക്കൂ, എത്രയെത്ര രാജ്യങ്ങൾ, എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര ഭാഷകൾ, അവരെല്ലാം ഒന്നായി നിൽക്കും. അവിടെയെല്ലാം അവർ അള്ളാഹുവെയാണ് ഓർക്കുന്നത്. അള്ളാഹു അല്ലാത്തവരെ ഓർത്തിരുന്ന ജാഹിലിയ്യ കാലം. ആ കഅബാലയം മലിനമായിരുന്നു. ആ സഫക്കും മർവക്കും ഇടയിലുള്ള സ്ഥലം മലിനമായിരുന്നു. പരിസരങ്ങളെല്ലാം മലിനമായിരുന്നു. അതിനെ ഹറമാക്കി മാറ്റി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്നു. മക്ക വിജയത്തിന്റെ വേള. ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഒരൊറ്റ പ്രതിമയും തകർക്കാതിരിക്കരുത് എന്ന കൽപ്പന വന്നു. ശുദ്ധീകരണം. അപ്പോ അവിടെ അള്ളാഹുവിന്റെ ഓർമ്മ സ്ഥാപിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ ഓർമ്മയെല്ലാം നശിപ്പിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഇങ്ങനെ സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ
ഇനി സൂറത്തു ആലു ഇമ്രാനിലെ ചില ആൾക്കാർ ആലി ഇമ്രാൻ എന്ന് പറയും, ഇങ്ങനെ പറയരുത്, ആലു ഇമ്രാൻ. അത് കസറായി വരുമ്പോൾ ആ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരി, 97-ാമത്തെ ആയത്ത്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത് മഖാമ ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ലൻ തനാലുൽ ബിർറയുടെ ആ ജുസ് ഇങ്ങനെ ആരംഭിക്കുന്നിടത്ത് ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ആ ഇബ്രാഹിം മില്ലത്തിന്റെ കാര്യം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുന്നു. എന്നിട്ട് ആദ്യത്തെ ഭവനം, മസ്ജിദുകൾ ഒരുപാടുണ്ട്, ആ മസ്ജിദുകളിലെല്ലാം അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നുണ്ട്. ആയത്തുകളിൽ അള്ളാഹു നൂറു സമാവാതി വൽ അർള് എന്ന് പറയുന്നു, ആകാശഭൂമികളുടെ വെളിച്ചം. അതെവിടെയാണ്? ഫീ ബുയൂത്തിൻ, മസ്ജിദുകളിലാണ്. അപ്പൊ നമുക്ക് മസ്ജിദിൽ പോയാൽ വെളിച്ചം കിട്ടണം. അതെങ്ങനെ കിട്ടും? ഖുർആൻ അർത്ഥം പഠിക്കണം. നമ്മുടെ ഈ ഗ്രൂപ്പുകളൊക്കെ അതിനുള്ളതാണ്, ഖുർആന്റെ അർത്ഥം പഠിക്കാൻ. ഖുർആൻ ഓതാൻ അറിഞ്ഞാൽ പോരാ, വായിക്കാൻ അറിയാം. അപ്പൊ 3 നേരം നമുക്ക് ഇമാമിന്റെ നാവിൽ നിന്ന് വെളിച്ചം കിട്ടണം. 2 നേരം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെളിച്ചം കിട്ടണം, നമ്മൾ തന്നെയാണ് ഓതുന്നത്. ആ 3 നേരം ഓതുമ്പോഴും നമുക്ക് 2 നേരത്തെ ഫാത്തിഹ, 2 റക്അത്തിന്റെ ഫാത്തിഹ, ളുഹ്ർ അസ്റും നമ്മൾ തന്നെയാണ്, മഗ്രിബ് 3-ാമത്തെ റക്അത്തും ഇശ 3-4 റക്അത്തും നമ്മൾ തന്നെയാണ്. ആ സമയത്തെല്ലാം നമുക്ക് വെളിച്ചം കിട്ടണം. അതിന് ഖുർആൻ പഠിക്കണം. ഓതുന്നത് കേട്ടാൽ നമുക്ക് വെളിച്ചം കിട്ടണം. വെളിച്ചവുമായിട്ടാണ് മസ്ജിദിൽ നിന്ന് മടങ്ങേണ്ടത്. അത് പിന്നെ ഇരുട്ടായി മാറരുത്, അള്ളാഹുവിന് കഴിയില്ല. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ജനങ്ങൾക്ക് മുഴുവനുമായി. ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതെന്താ? ഈ നിസ്കാരം എന്താണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസാ 103-ാമത്തെ ആയത്ത്. നിസ്കാരം മുഅ്മിനുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടത്. ബഖറ 183-ാമത്തെ ആയത്ത്. കുത്തിബ അലൈക്കുമുസ് സിയാമു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കും. ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴോ വലില്ലാഹി അലന്നാസി, ജനങ്ങൾക്ക്. സൂറത്തുൽ ഹജ്ജിൽ എന്താ പറഞ്ഞത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യൂ എന്ന്. അപ്പൊ അവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ഹജ്ജ് ലോക ജനതയുടെ മുഴുവൻ ഒരു വികാരമായിരുന്നു പഴയ കാലം മുതൽ തന്നെ, അല്ലെ? അപ്പൊ ചില പ്രത്യേകതകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാഅ ഇലൈഹി സബീല, പോകാൻ കഴിയുമോ, വഴി സൗകര്യപ്പെടുത്താൻ കഴിയുമോ, നിർബന്ധമാണ്. എന്നിട്ടെന്ത് പറഞ്ഞു? വമൻ കഫറ, ആരാണോ കാഫിറാകുന്നത്, ആരാണോ നിഷേധിക്കുന്നത്, ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ജനങ്ങളെ കൊണ്ട് യാതൊരു ആവശ്യം അള്ളാഹുവിനില്ല. നിങ്ങൾ ചെയ്യുന്ന ഹജ്ജ്, ഉംറ, ആരാധനകൾ, അനുഷ്ഠാനങ്ങളും നമ്മൾ ആരും അള്ളാഹുവിനെ പഴിചാരണ്ട. എന്താ? യമുന്നൂന അലൈക അൻ അസ്ലമു, സൂറത്തുൽ ഹുജറാത്തിൽ അവസാനം പറയാണ്, അവർ ഇസ്ലാമായി എന്നത് അവർ താങ്കൾക്ക് ചെയ്തൊരു ഗുണമായി അവരെടുത്ത് പറയും. ഓ, ഞങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് മുഹമ്മദ് നബിക്ക് കുറെ ആളെ കിട്ടി, ഇസ്ലാം ഉഷാറായി, ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ആരും മസ്ജിദ് നോക്കാനുണ്ടാവൂല, ആ സംഗതികൾ അവിടെ നടക്കൂല, നമ്മളൊക്കെ ഉണ്ടായത് കൊണ്ടാന്നൊക്കെ പറയും. അത് വേണ്ട. ഇല്ലാത്ത മുന്നു അലയ്യ ഇസ്ലാം, നിങ്ങളുടെ ഇസ്ലാം എനിക്ക് ചെയ്തൊരു ഗുണമായി നിങ്ങൾ പറയണ്ട. വലാകിന്നല്ലാഹ യമുന്നു അലൈക്കും അൻ ഹദാ, നിങ്ങൾക്ക് ഈമാനിലേക്ക് വഴി കാണിച്ചത് അള്ളാഹുവാണ്. കർമ്മങ്ങളൊക്കെ നമുക്ക് വേണ്ടിയാണ്. മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി, ആരാണോ ഹിദായത്തിലാകുന്നത് അത് അവന് വേണ്ടിയാണ്. വമൻ ളല്ല ഫഅലൈഹ, ആര് പിഴക്കുന്നുവോ അത് അവനവനതിനെതിരാണ്. അതുകൊണ്ട് അള്ളാഹനെ പഴിചാരേണ്ട ആവശ്യമില്ല. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണ്. ഈ ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന റബ്ബിന് നമ്മുടെ ഈ നിസ്കാരം എന്തിനാ, ആരാധനകൾ എന്തിനാ? നമുക്ക് കൂലി തരാൻ വേണ്ടിയുള്ള ഒരു മാധ്യമമാണ് ഈ ഹജ്ജും കർമ്മങ്ങളും എല്ലാം. അതുകൊണ്ട് നമ്മൾ നിഷേധിച്ചാൽ എന്ന് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയില്ലെങ്കിൽ
അള്ളാഹുവിനൊന്നും വരാനില്ല. ആള് കൂടാൻ വേണ്ടി ഹജ്ജിന് പോകും വേണ്ട. നമ്മളൊക്കെ നമ്മളൊക്കെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയും ഖലീഫയും ഹജ്ജിന്റെ രംഗത്ത് അറഫ മൈതാനിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ രാജാവ് പറഞ്ഞു, ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ കണ്ടായത് കൊണ്ട് നമുക്ക് പുറത്തു കിട്ടും. അപ്പോ ചെറുപ്പക്കാരനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, നമ്മുടെ കാര്യം തന്നെ എന്താ, അത് നോക്ക് ആദ്യം. അന്ന് രാത്രി രാജാവ് എഴുതി വെച്ചു, അടുത്ത ഖലീഫ ഇദ്ദേഹമായിരിക്കുന്നു. മക്കൾക്കല്ല കൊടുത്തത്, അത്രയും വലുതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കണം. എത്ര കോടി ആളുകൾ ഉണ്ടെങ്കിലും ശരി, അവർക്കൊക്കെ പുറത്തു കിട്ടിയാലും ശരി, ആ കൂട്ടത്തിൽ നമ്മളുണ്ടാകണം. ഒരു പഴയകാല പണ്ഡിതൻ പറഞ്ഞു, ഞാൻ അതിലില്ലെങ്കിൽ ഈ ആൾക്കാർക്കെല്ലാവർക്കും പുറത്തു കിട്ടിയെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന്. അപ്പൊ ഞാൻ അത്ര മെച്ചപ്പെട്ടവനല്ല എന്ന ബോധമാണ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകേണ്ടത്. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകും. അപ്പോ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിച്ചാൽ, ഹജ്ജിന്റെ പ്രാധാന്യം ആളുകളെല്ലാവരും ഏതാണ്ട് അംഗീകരിക്കുന്നു. ചില ആളുകളൊക്കെ പറയും ഹജ്ജിന് പോകാഞ്ഞിട്ടാ, ആ സമയത്ത് നിങ്ങൾ 10 പെൺകുട്ടികളെ കെട്ടിച്ചോളി, കുറച്ച് വീടുണ്ടാക്കി കൊടുത്തോളി. വീടുണ്ടാക്കി കൊടുക്കണം, അത് ശരിയാ. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ കാലിച്ചായന്റെ ചെലവില്ല, ചില്ലിക്കാശിന്റെ ചെലവില്ല. അത് വേറെ കാര്യം. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില്ലിക്കാശ് കൊടുക്കേണ്ടതില്ല, കാലിച്ചായ ചെലവാക്കേണ്ടതില്ല. അത് വേറെ കാര്യം. എങ്കിലും ഹജ്ജിന് പകരം വീടുണ്ടാക്കി കൊടുക്കണ്ട. വീടുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഹജ്ജും ചെയ്യണ്ട. ഹജ്ജ് ചെയ്യാ താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജും ഉംറയും നിങ്ങൾ തുടരെ തുടരെ ചെയ്യുവിൻ. ഫൈനഹാ തുദ്ഹിബു ഖതായ. അത് പാപങ്ങളെ മായ്ച്ചു കളയും. ഇതുപോലെ കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇരുമ്പിന്റെയും കറകൾ അടിച്ചിടിച്ച് പരത്തി പഴുപ്പിച്ച് ചുവപ്പിച്ച് ശരിയാക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയും. അള്ളാഹുവെ അനുഗ്രഹിക്കണേ, പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ. അപ്പോൾ ഹജ്ജ് ഉംറന്റെ കാശ് എടുത്തിട്ട് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കണ്ട, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണ്ട. പ്രവർത്തനങ്ങളുടെ പൈസ എടുത്തിട്ട് നിങ്ങൾ ഹജ്ജിനും പോകണ്ട. രണ്ടിന്റെയും പണം വേറെ വേറെ, രണ്ടും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അപ്പോ ഇങ്ങനെയൊക്കെയാണ്. ഫിഹി ആയാത്തും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം. മഖാം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നും ജാറാണെന്ന്. അല്ല, അത് കേറിയുന്ന സ്ഥലമാണ്, കോണിയല്ല, ഒരു കല്ലായിരുന്നു. പടുത്ത് പിന്നെ ഒരാളുടെ ഉയരത്തിൽ എത്തിയപ്പോൾ ആ കല്ലുമ്മ ചാരി നിന്ന് കയറി നിന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആ കഅബാലയം പണിയുന്നു. ആരും കാണാനില്ല, ആരും നോക്കാനില്ല, വീഡിയോ ഇല്ല, യാതൊരു തരത്തിലുള്ള മാധ്യമങ്ങളുമില്ല. ആ ആരുമില്ലാത്ത നാട്ടിൽ, ചീവീടിന്റെ ശബ്ദം പോലും ഇല്ലാത്ത നാട്ടിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ രണ്ടാമത്തെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും അവിടെ ആക്കി പോരുകയാണ്. റോഡുണ്ടോ, അയൽവാസികളുണ്ടോ, സ്കൂളുണ്ടോ, കോളേജുണ്ടോ, അതൊന്നും അല്ല. ഇന്ത ബൈത്തിക്കൽ മുഹറം. റബ്ബേ, നിന്റെ പരിപാവനമായ വീടിന്റെ അടുത്ത്, നിന്റെ പരിപാവനമായ വീടിന്റെ അടുത്ത്. അവിടെ വീടുണ്ടോ? ഇല്ല. അഥവാ മസ്ജിദ് ഉണ്ടോ? ഇല്ല. അവിടെ ഉണ്ടായിരുന്ന കൽക്കഷ്ണങ്ങൾക്കരികിൽ എന്തിനാണ് റബ്ബനാ ലിയുഖീമുസ്സലാ, റബ്ബേ അവർ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ. ആരാ നിസ്കരിക്കാനുള്ളത്? ഒരു പെണ്ണ അവിടെ ഉള്ളത് ആകെ, ഹാജർ റളിയല്ലാഹു. ഹാജറ എന്നല്ല, ഹാജർ റളിയല്ലാഹു അൻഹ. അവരാണ് അവിടെയുള്ളത്. അപ്പോൾ അവർക്ക് പിന്നെ വരാനിരിക്കുന്ന കുട്ടിക്ക് ഒക്കെ നിസ്കരിക്കാൻ വേണ്ടിയാണ് അവിടെ മസ്ജിദ് ഉണ്ടാക്കുന്നത്. അവിടെ ആ മസ്ജിദ് ഉണ്ടാക്കുന്നത് ഈ കുട്ടി കുറച്ച് വലുതായിട്ടാണ്. അല്പം ആ കല്ലെടുത്ത് വെക്കുന്നത് അവനാണ്, മണ്ണെടുത്ത് കൊടുക്കുന്നത് അവനാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ മാതാപിതാക്കൾ എവിടെ? ഭാര്യ എവിടെ? ഭർത്താവിന്റെ കൂടെയുണ്ടോ? ഭർത്താവ് ഭാര്യയുടെ കൂടെയുണ്ടോ? സഹോദരി സഹോദരന്മാരുണ്ടോ? കൂട്ടുകാരും ഒക്കെ കല്യാണത്തിനും സൽക്കാരത്തിനും ഹോട്ടലിലും അവിടെയും ഇവിടെയൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഈ മതത്തിന്റെ കാര്യത്തിൽ ഉണ്ടോ ഇല്ലേ? വ ഇസ്മായിൽ. ഖുർആൻ നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര് പറയുമ്പോൾ പല സ്ഥലത്തും വ ഇസ്മായിൽ, കൂടെ ഇസ്മായിൽ എന്ന് കാണാം. മഖാം ഇബ്രാഹിമിൽ നമ്മൾ അവിടെ അതിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഓർക്കുക,
ഇത് ഒരു മാതാപിതാക്കളുടെ മക്കളുടെ സഹകരണത്തിന്റെ അടയാളം കൂടിയാണ്, സഹായത്തിന്റെ അടയാളം കൂടിയാണ്. നാട്ടിൽ ചെന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളെ കൂട്ടണം, മാതാപിതാക്കളെ കൂട്ടണം, ചേർത്ത് പിടിക്കണം, അവരുടെ സഹായം സ്വീകരിക്കണം, അവരെ കൊണ്ട് സഹകരിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ അവിടെ ഉണ്ടാകുന്നു. മഖാമ ഇബ്രാഹിമിൽ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമ ഇബ്രാഹിം നിങ്ങൾ നിസ്കാര സ്ഥലമാക്കണം എന്ന കൽപ്പന വരികയാണ്. അപ്പോ ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭത്തിൽ നിർബന്ധമായും അവിടെ പിന്നിൽ നിന്ന് നിസ്കരിക്കണം എന്ന ഒരു കൽപ്പന വരുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മസ്ജിദുൽ ഹറാമില്ല ഭാഗത്ത് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയിട്ട്. അപ്പൊ അവിടെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ആ പരിപാവനമായ അതിപുരാതനമായ ആ കെട്ടിടം, അതിന്റെ കൽക്കഷണങ്ങളും അതിന്റെ മണ്ണും എല്ലാം ഇപ്പൊ ഇല്ല. പക്ഷേ ആ കഅബാലയം ഇന്നും അവിടെ ഉണ്ട്. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് കൂലി ഇബ്രാഹിം അലൈഹി സ്വലാമിനും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിനും ഉണ്ട്. ആ മകനെ കൂടെ പറഞ്ഞയച്ച ആ ഭർത്താവിനും മകനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത, വസ്ത്രം റെഡിയാക്കി കൊടുത്ത ഹാജർ റളിയല്ലാഹുവിനൊപ്പം അതിന്റെ പ്രതിഫലമുണ്ട്. ആ ഹാജർ റളിയല്ലാഹുവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത സാറ റളിയല്ലാഹുവിനൊക്കെ അതിന്റെ പ്രതിഫലമുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുകയാണ്. അപ്പോ മഖാമ ഇബ്രാഹിം അതിന്റെ അടയാളങ്ങൾ. അടുത്തത് മാഇദ 2-ാമത്തെ ആയത്താണ്. മാഇദ 2-ാമത്തെ ആയത്ത്, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ അടയാളങ്ങളെ, ബഹുമാന്യമായ അടയാളങ്ങളെ നിങ്ങൾ അതിന്റെ പരിപാവനത നശിപ്പിക്കരുത്. അള്ളാഹുവിന്റെ അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബലിമൃഗങ്ങളുമായി ആ ബലിമൃഗങ്ങളെ നടത്തിച്ചു കൊണ്ടുപോയിരുന്ന, ആ ബലിമൃഗങ്ങൾക്ക് അടയാളം വെച്ചിരുന്ന ലക്ഷോപലക്ഷം മനുഷ്യന്മാർ, സഹാബിമാർ മുതലുള്ള ആൾക്കാർ തൊട്ടുപോകരുത്. ആ ബലിമൃഗങ്ങളെ നശിപ്പിക്കരുത്, ആക്രമിക്കരുത്, കല്ലെടുത്തെറിയരുത്. ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ പോലും ആ ബഹുമാനാദരവ് നിലനിർത്താൻ ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ നിസ്സാരമാക്കുന്ന ആൾക്കാരുണ്ടാവും. താടിയോ അല്ലെങ്കിൽ തലപ്പാവോ അല്ലെങ്കിൽ മക്കനയോ നിഖാബോ ഞെരിയാണിക്കുമേലുള്ള വസ്ത്രമോ ഒക്കെ കാണുമ്പോൾ അതിനൊക്കെ നിസ്സാരമാക്കുന്ന ആൾക്കാർ ഓർക്കുക, ഈ കൊച്ചു മൃഗത്തിനെ പോലും അതിന്റെ പരിപാവനത നശിപ്പിക്കരുതെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നമുക്കതെല്ലാം പരിഗണിക്കണം. വല അമീനൽ ബൈത്തുൽ ഹറാം, ആ ബൈത്തുൽ ഹറാമിലേക്ക് ഉദ്ദേശിച്ചു വരുന്ന ആൾക്കാരെയും നിങ്ങൾ ഒന്നും ചെയ്യരുത്. അപ്പോൾ ആ മൃഗത്തൊക്കെ പിടിച്ച് കൊല്ലുകയും തെല്ലുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. ഹലൽതും ഫസ്താദു, നിങ്ങൾ ഇഹ്റാമെന്ന് ഒഴിവായാൽ നിങ്ങൾക്ക് വേട്ടയാടാം എന്ന്. മൈദ 93-ാമത്തെ ആയത്ത് അടുത്ത് എന്താണ്? ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തഇമു, അവിടെ ഉള്ള ബലിമൃഗങ്ങളെ കൊണ്ടുപോകുന്നു, അവിടെ അത് വിതരണം ചെയ്യുന്നു. ആ വിതരണം ചെയ്യുമ്പോൾ ബാക്കി ഭക്ഷണം കഴിക്കുവാനുള്ള അനുവാദം സംബന്ധിച്ച് 94-ാമത്തെ ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനസ്സൈദി, വേട്ടമൃഗത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല മയിലുകള്, നല്ല മുയലുകള്, നല്ല മൃഗങ്ങളെയൊക്കെ കാണാം. അവയെ ഒന്ന് പിടിച്ചു തിന്നാനൊക്കെ ഈ ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭത്തിൽ ഇഹ്റാമുള്ള ആളുകൾക്കും തോന്നാം. പരീക്ഷണമാണ്, പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. ആ വസ്തുക്കളൊന്നും ഹറാമല്ല, നല്ല നല്ല വസ്തുക്കളാണ്. പക്ഷേ നമ്മൾ ഇഹ്റാമിലാണ്, അതിൻ്റെതായ പരിപാവനത പാലിക്കേണ്ടതുണ്ട്. 95-ാമത്തെ ആയത്ത്, വലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറുമൻ, 95-ാമത്തെ ആയത്ത്, വലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറുമൻ, മാഇദ 95. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ ഒരിക്കലും നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുത്. ശരി, പെട്ടെന്ന് അങ്ങനെ അമ്പെയ്തു പോയി, എറിഞ്ഞുപോയി, വീണു, മരിച്ചു, ചത്തുപോയി, എന്ത് ചെയ്യണം? ജസാഉ മിസ്ലു മാ ഖതൽ, കൊന്നതിന് പകരമായി അതേപോലെയുള്ളത് നമ്മൾ സദഖ ചെയ്യണം. പിന്നെയോ അതിന് കഴിയില്ലെങ്കിൽ കഫാറത്ത്, ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പകരമായി നോമ്പെടുക്കണം.
അപ്പൊ എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടത്? ആ ഒരു മുയലിനെ കൊന്നു, ശരി, അതിന് എത്ര റുപ്യ വില? ആ ഒരു മാനിനെ കൊന്നു, എത്ര റുപ്യാണ് വില? അത് യഹ്കും ദവാ അദ്ലിൻ മിൻകും, നിങ്ങളെ കൂട്ടത്തിലെ നീതിമാന്മാരായ രണ്ടാൾക്കാർ വിധി പറയണം. ഈ ആയത്തൊക്കെ ഖവാരിജിനെയും മറ്റും ഒക്കെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വർഷങ്ങൾക്ക് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ വിധികർത്തൃത്വമില്ല എന്ന വാക്ക് രാഷ്ട്രീയമായി ഉപയോഗിച്ചു ഒരു കൂട്ടർ. അപ്പോ ഈ ആയത്തോതിയിട്ട് പറഞ്ഞതാ, ഒരു മുയലിനെ വേട്ടയാടിയാൽ വരെ രണ്ടാളോട് വിധിക്കാനാ പറഞ്ഞത്. പിന്നെ എങ്ങനെ അള്ളാഹ്ക്ക് മാത്രമേ വിധി എന്ന് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാണ് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അള്ളാഹു അനുഗ്രഹമരുളുമാണ്. അല്ലാഹു അക്ബർ. മാഇദ 96 വീണ്ടും വീണ്ടും പറയാം, വഹിലലക്കും സൈദുൽ ബഹരി, വഹിലലക്കും സൈദുൽ ബഹരി, കടലിലെ വേട്ട നിങ്ങൾക്ക് അനുവദനീയമാണ്. കടലിലെ മത്സ്യങ്ങളെല്ലാം അനുവാദമുള്ളതാണ്, അവയെ നമുക്ക് പിടിക്കാം, കൊല്ലാം. എന്നിട്ട് വീണ്ടും പറയുന്നു വഹുരിമ അലൈക്കും സൈദുൽ ബർരി, എന്നാൽ കരയിൽ വെച്ച് നിങ്ങൾക്ക് വേട്ട പാടില്ല. മാദുംതും ഹുർമൻ, ഇഹ്റാമിലാകുന്ന കാലമത്രയും. ഹജ്ജിനും ഉംറക്കും ഇഹ്റാം കെട്ടിയിട്ട് ഇടയില് ഒഴിവാകാതെ, അപ്പോ നേരത്തെ എത്തി പിന്നെ ഹജ്ജ് കഴിയുന്നത് വരെ ഉള്ള കാലത്ത് ഒരുപാട് സമയം ഉണ്ടാവും ചിലപ്പോൾ. ആ സമയത്തൊന്നും തുടരുത് കേട്ടോ എന്ന് പ്രത്യേകമായി പറയുകയാണ്. അപ്പോ കടലിലെ വേട്ടയെക്കുറിച്ച് അല്ലാഹു الكعبة البيت الحرام قياما للناس, കഅബയെ ബൈത്തുൽ ഹറാമിനെ, മസ്ജിദുൽ ഹറാമിനെ ജനങ്ങൾക്കുള്ള നിലനിൽപ്പായി അള്ളാഹു നിശ്ചയിച്ചു. വശഹറൽ ഹറാമ, ദുൽഹിജ്ജ മാസത്തെയും, പിന്നെയോ വൽ ഹദിയ, ബലിമൃഗത്തെയും, വൽ ഖലാഇദ, അവയുടെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന അടയാളങ്ങളെയും എല്ലാം ജനങ്ങളുടെ നിലനിൽപ്പായി അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ എന്താ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ജനങ്ങൾ ഈ മക്കയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന ഈ വസ്തുക്കളെല്ലാം, അതുപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും എന്താണ്, നിലനിൽപ്പാണ് ഈ മസ്ജിദുൽ ഹറാമും അതുപോലെ കഅബയും ഈ ഉപകരണങ്ങളുമെല്ലാം എന്ന് പറയുന്നു. അതെന്താണ്, നമ്മുടെ ലോകത്തിന്റെ എല്ലാ ആളുകളുടെയും നിലനിൽപ്പ് ഈ ഒരു കഅബാലയത്തിലൂടെയാണോ? പടച്ചോൻ അതിനെ നിലനിൽപ്പായി നിശ്ചയിച്ചു. അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ ലോകത്തിന് മുഴുവൻ നാശമായിരിക്കും, ലോകത്തിന് മുഴുവൻ ദുരന്തമായിരിക്കും. ശരി, മാഇദയിലെ ഈ ആയത്തുകൾ. അടുത്തതായി സൂറത്തുൽ ഹജ്ജ് 27-ാമത്തെ ആയത്ത്. പേരെന്താണ്? സൂറത്തുൽ ഹജ്ജാണ്. ഹജ്ജിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എവിടെയാണ് കഅബാലയം ഉണ്ടാക്കേണ്ടത്. ആ കാലം 4000-5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമും ഹാജറും മാത്രമുള്ള ഒരു ലോകത്ത് പിന്നീട് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ അവിടെ ജുർഹും ഗോത്രത്തിൽ നിന്നുള്ള കുറെ ആൾക്കാർ അവിടെ വന്ന് താമസമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് ഒരു മസ്ജിദിന്റെ അടിസ്ഥാനം.
അല്ലാത്തു ശിരിക്ക് ബി ശിർക്ക് ചെയ്യരുത്, അല്ലാത്തു ശിരിക്ക് ബി ശിർക്ക് ചെയ്യരുത്. അതാണ് അടിസ്ഥാനം. അപ്പോ തൗഹീദിന്റെ അടിത്തറയിലാണ് ആ കഅബാലയം അള്ളാഹു പടുത്തുയർത്താൻ കൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ മസ്ജിദുകളിലെല്ലാം തന്നെ തൗഹീദായിരിക്കണം അടിസ്ഥാനം. ശിർക്കിന്റെ യാതൊരുവിധ ലാഞ്ചനകളും ഉണ്ടാകരുത്. ആരും ശിർക്കിലേക്ക് പോകരുത്. മസ്ജിദിൽ വെച്ച് ശിർക്ക് സംഭവിക്കരുത്. അത് തീരുമാനമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅ. ശരി, 27 കഴിഞ്ഞു. 28-ാമത്തെ ആയത്ത്. അങ്ങനെ കഅബാലയത്തിന്റെ നിർമ്മാണം നടന്നു. വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്. അവിടെ ഇന്നാസ് എന്നാണ്, ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക. ജനങ്ങൾക്കിടയിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക. എത്രമാത്രം മനോഹരമായിരിക്കുന്നു നാസ് എന്ന വാക്ക്. വിശ്വാസികളോട് പറയാറുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ ജനങ്ങളോട് മൊത്തം പറഞ്ഞിരിക്കുകയാണ്. വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്. അവിടെയാണ് നടന്നും ഒട്ടകപ്പുറത്തും ഒക്കെ വരുന്നു. എഴുത്തൂക്ക നിന്റെ അടുക്കലേക്ക്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്കാണ് വരുന്നത് അന്ന്. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. 27. 28-ാമത്തെ ആയത്ത്. ലിയശ്ഹദൂ മനാഫിഅ ലഹും. ലിയശ്ഹദൂ മനാഫിഅ ലഹും. അവർക്കുള്ള ഉപകാരങ്ങൾക്ക് അവർ സാക്ഷികളാകാൻ. മനാഫി, ഉപകാരങ്ങൾ. ഹജ്ജ് മുഖേന ആ രാജ്യത്തുണ്ടായിരുന്ന വളർച്ച, മക്കയിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന വളർച്ച, ഹജ്ജിനെ കൊണ്ട് ലോകത്തുണ്ടായ സമാധാനം, ആ യുദ്ധം ഹറാമാക്കപ്പെട്ട 3 മാസങ്ങളിൽ ലോകത്തുണ്ടായ സാമ്പത്തികമായ വളർച്ച, കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ ഉണ്ടായ വളർച്ചയും സമാധാനവും, അതൊന്ന്. രണ്ടാമത്തേത് പരലോകത്തുണ്ടാകുന്ന ധാരാളമായ, ഹജ്ജിലൂടെ ഉണ്ടാകുന്ന വളരെ വലിയ ഉപകാരങ്ങൾ, അതിനെല്ലാം അവർ സാക്ഷികളാകാൻ. നാൽക്കാലികളെ ബലിയർക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഭക്ഷണം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടുകയാണ്. കാരണം പട്ടിണിയും പരിവട്ടവുമുള്ള കാലഘട്ടമാണ്, പ്രദേശങ്ങളാണൊക്കെ ഉണ്ട്. ശരി. തിന്നുക, തീറ്റുക. അപ്പോൾ ബലിമൃഗങ്ങളെ അറുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനും സ്വന്തം കഴിക്കാനുമുള്ള അനുവാദം. 29. അഴുക്കുകൾ നീക്കട്ടെ. ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുമ്പോൾ മുടി എടുക്കുന്നതും നഖം വെട്ടുന്നതുമായ കാര്യങ്ങൾ. അവർ നേർച്ചകൾ വിട്ടട്ടെ ജീവിതകാലത്ത്. ഹജ്ജിന്റെ സന്ദർഭങ്ങളിലുമൊക്കെയായി പല ആളുകളും പല നേർച്ചകളും ചെയ്തിട്ടുണ്ടാവും. അപ്പോ നേർച്ച എന്താണ്? അത് ഇബാദത്താണ്. അതിന്റെ ആള് അള്ളാഹുവാണ്. അള്ളാഹുവാണ് കൽപ്പിക്കുന്നത്. വല്യൂഫൂ നുദൂറഹും, അവർ നേർച്ച വീട്ടണം. അപ്പോ നേർച്ച ആർക്കാണ്? അള്ളാഹുവിൻ്റെതാണ്. നേർച്ചയുടെ നിയ്യത്ത് എന്താണ്? ഇല്ലാഹി അലയ്യ കഥ. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഇല്ലാഹി അലയ്യ കഥ, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം നിർബന്ധമാക്കുന്നു. അപ്പൊ എന്താ നേർച്ച ചെയ്യേണ്ടത്? സുന്നത്തായ കാര്യങ്ങളെ നേർച്ചയാക്കാവൂ. ഞാൻ കുറെ ഭക്ഷണം കഴിക്കാൻ നേർച്ചയാക്കിയാൽ അതാവില്ല. സുന്നത്തായ കാര്യമാക്കണം. ഫർള് നേർച്ചയാക്കാൻ പാടില്ല. നാളെ സുബഹി നിസ്കരിക്കാമെന്ന് നേർച്ചയാക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഹറാമായ നേർച്ചയാക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ വെയിലത്ത് നിന്ന് നോമ്പോൽക്കാൻ നേർച്ചയാക്കി, കയറടാന്ന് പറഞ്ഞു, നാളിലേക്ക് കയറുന്നു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേർച്ച പൂർത്തിയാക്കുന്നു. ഒരു ബലിയിറക്കാൻ ബുവാനയിൽ വെച്ച് ബലിയിറക്കാൻ നേർച്ചയാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവിടെ വല്ല ബിംബങ്ങളുണ്ടോ? ഇല്ല. അവിടെ വല്ല നേർച്ച നടക്കുന്നുണ്ടോ? ഇല്ല. ഔഫി നദറക്. അപ്പോ യൂഫൂന ബിൻ നദിരി, അള്ളാഹു അരുളി, യൂഫൂന ബിൻ നദിരി, അവർ നേർച്ചകൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ നേർച്ചകളൊക്കെ പൂർത്തിയാക്കുക. വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ്, തവാഫ് ചെയ്യാൻ. 30-ാമത്തെ ആയത്ത്, ഹജ്ജ് 30-ാമത്തെ ആയത്ത്. ദാലിക് വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു. അള്ളാഹു ഹറാമാക്കിയ, പവിത്രമാക്കിയ, നിഷിദ്ധമാക്കിയ, രണ്ടും, ഹറാമാക്കിയതും പവിത്രമാക്കിയതുമായ കാര്യങ്ങൾ. ഹറാമാക്കിയവയെ മുഴുവൻ വെടിയുകയും പവിത്രമാക്കിയതിനെ
ബഹുമാനിക്കുകയും ചെയ്യുന്നത് ബഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി, റബ്ബിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. വഹിലത്തുലക്കുമുൽ അൻആമു ഇല്ലാ മാ യുത്ല അലൈക്കും, ഇന്ന മൃഗങ്ങളൊക്കെ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ, മലിനമായ ബിംബങ്ങളെ വെടിയുക. വജ്തനിബു ഖൗല സൂർ, കള്ളവാക്കുകളെ വെടിയുക. ബിംബം എങ്ങനെയാണ് മലിനമാകുന്നത്? ജാറവും ദർഗയും മക്കാമും എങ്ങനെയാണ് മലിനമാകുന്നത്? അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനുള്ളതാണ് നമ്മുടെ നാവ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മലിനമാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് നജസ്സാകുന്നു. ബിംബം തേച്ച് മിനുക്കി തുടച്ചു വൃത്തിയാക്കിയതാണ്. ജാറവും ദർഗയും മക്കാമും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്, സുഗന്ധം പൂശുന്നുണ്ട്, കുന്തിരിക്കം പോക്കുന്നുണ്ട്, ചന്ദനത്തിരിയുണ്ട്, മെഴുകുതിരിയുണ്ട്. പക്ഷേ അവിടെ അള്ളാഹു ഉപയോഗിച്ചത് റിജിസ് എന്നാണ്. എന്താ റിജിസ് എന്ന് പറഞ്ഞാൽ? നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം. റിജിസ് മാലിന്യത്തിന്റെ അങ്ങേയറ്റമാണ്. അള്ളാഹുവെ കാത്തുരക്ഷിക്കണം. ഈ മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കുവാനാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് തൗഹീദ് ശരിക്ക് പറയണം. ശിർക്ക് മലിനമാണ്, മാലിന്യത്തിന്റെ അങ്ങേയറ്റമാണ്. അപ്പോ ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗല സൂർ, ആ കൂട്ടത്തിൽ കളവിനെ നുണ പറയുന്നതിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു. അതുകൊണ്ട് യാതൊരു വിധത്തിലും നുണ പറയാതെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. ഹജ്ജ് 31-ാമത്തായത്. അള്ളാഹുവിങ്കലേക്ക് നേർക്ക് നേരെ, ഗൈറ മുശ്രിക്കീന ബിഹി, ഒരു നിലക്കും ശിർക്ക് ചെയ്യാതെ. അപ്പോ നേർക്ക് നേരെ, നേർക്ക് നേരെയാണ്. മൊഹീദ്ദീൻ ശൈഖയെ, ഇബ്രാഹിം നബിയെ, ഈസാ നബിയെ, മറിയം ബീവിയെ, അത് എന്താണ്? നേർക്ക് നേരെയല്ല. മൊഹീദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട്, അംബിയാ ഔലിയയുടെ ഹക്ക് കൊണ്ട് അത് നേർക്ക് നേരെയല്ല. കാരണം ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവോട് നേരിട്ടാണ്. ഹദീസിലെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവോട് നേരിട്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അള്ളാഹുവേ യ റബ്ബി റബ്ബന എന്ന്. അപ്പൊ ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി. എന്താണ് ശിർക്കിന്റെ ഗൗരവം? വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്റു, പക്ഷി അവനെ റാഞ്ചി കൊണ്ടുപോകുന്നു. ഔ തുഹ്ബീബിഹി റിഹു, അല്ലെങ്കിൽ കാറ്റവനെ എടുത്തു കൊണ്ടുപോകും. അവിടെയുമില്ല ഇവിടെയുമില്ല. ശിർക്ക് വായുവിൽ അലയുകയാണ്. തൗഹീദ് അതിനെ കൃത്യമായ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, ഉത്തരം നൽകുന്നു. അള്ളാഹു അല്ലാത്ത ആർക്കും കേൾക്കാനോ കാണാനോ ഉത്തരം ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് തൗഹീദിന്റെ ഗുണം മനസ്സിലാക്കണം, അതിന്റെ നേട്ടം മനസ്സിലാക്കണം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. 32-ാമത്തെ അത് ഹൃദയത്തിന്റെ ഭക്തിയാണ്. ഈ അള്ളാഹു ബഹുമാനിച്ച അടയാളങ്ങളെയെല്ലാം ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിന്റെ അടയാളമാണ്. അത് മനസ്സുകൊണ്ട് ആകണം. അത് നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കൈകൊണ്ടും മാത്രമാകരുത്. 33-ാമത്തെ ആയത്ത്. ലക്കും ഫിഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. ഉപകാരങ്ങളുണ്ട്. ബലിമൃഗങ്ങളുടെ ഉപകാരങ്ങളെ പറ്റി പ്രത്യേകമായി പറയുന്നുണ്ട്. 34-ാമത്തെ ആയത്ത്. 34 വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, ഓരോ സമൂഹത്തിനും നാം ചടങ്ങുകൾ, ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പഴയകാലങ്ങളിലെ സമൂഹങ്ങൾ, ഓരോ നബിമാരുടെയും കാലത്ത് വ്യത്യസ്തങ്ങളായി വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, പിന്നെ എല്ലാത്തിന്റെയും സത്തയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയ ഇബാദത്തുകൾ. 35-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പടപടക്കും. അള്ളാഹുവെ അത്തരം ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണം. 36-ാമത്തെ ആയത്ത്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, ബലിമൃഗങ്ങളെ നാം അള്ളാഹുവിന്റെ അടയാളങ്ങളാക്കി നിശ്ചയിച്ചു. ആവർത്തിക്കുക. വീണ്ടും അവിടെ പറയുന്നു വസ്കുറുല്ലാഹ വസ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ, നിരത്തി നിർത്തിയിട്ട് അവയിൽ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ പേരുച്ചരിക്കുന്നതും അള്ളാഹുവിന്റെ പേരുച്ചരിക്കാത്തതും പാടില്ലാത്തതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ളതും പാടില്ലാത്തതാണ്. അപ്പോ ശരിയായ ഒരു കർമ്മമാണ്, ധർമ്മമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അത് ശരിക്ക് അറുത്തിട്ട് അത് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ ഫക്കുലൂ മിൻഹാ വഅത്ഇമൂ, തിന്നുകയും തീറ്റുകയും ചെയ്യുക.
ഇവിടെ ഒരു പ്രധാനപ്പെട്ട തത്വം 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇറച്ചിയോ അതിന്റെ ചോരയോ അള്ളാഹുവിങ്കലേക്ക് എത്തുകയില്ല. പിന്നെ എത്തുന്ന എന്താണ്? വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിലെ ഭയഭക്തിയാണ്. ഇത് വായിച്ചിട്ട് സഹാബത്തിന് തോന്നിയത് അറുക്കണ്ട എന്നല്ല, നബിക്ക് തോന്നിയത് അറുക്കണ്ട എന്നല്ല. ഇന്ന് ചില ആളുകൾ പറയും അറുക്കണ്ട ആവശ്യമില്ല, ബലി ഇസ്ലാമിലില്ല, ക്രൂരകൃത്യം ഇസ്ലാമിലില്ല. മൃഗങ്ങൾ എന്തിനാ ഉണ്ടാക്കിയത്? ചത്തുപോകാനോ? മൃഗങ്ങൾ വളരേണ്ടതില്ലേ? ഉണ്ട്. മൃഗങ്ങൾ പെറ്റുപെരുകുന്നില്ലേ? ഉണ്ട്. അതൊക്കെ ചത്തുപോകാനാണോ? അല്ല. അതിന്റെ മാംസം, അതിന്റെ പാല്, അതിന്റെ ചാണകം, അതിന്റെ തോല് എല്ലാം ഉപകാരമുള്ളതാണ്. അള്ളാഹു പഠിപ്പിക്കുന്നു ഫക്കുലു മിൻഹാ, തിന്നുവിൻ, വഅത്ഇമു, തീറ്റുവിൻ. എന്നിട്ട് പിന്നെ ചില ആൾക്കാർ പറയാ എന്ത്? ബലിയിറക്കേണ്ടതില്ല എന്ന്. അങ്ങനെയാണോ മനസ്സിലാകുന്നത്? അല്ല. ഇത് ആയത്തിറങ്ങിയത് നബിക്കാണ്. അതുകൊണ്ട് അതിന്റെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി. അപ്പോ ഹജ്ജും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത്? സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന സൽസലത്തി ശൈഉൻ അജീബ്. ആ ഭയാനകമായ അന്ത്യനാളിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഹജ്ജും ഏതാണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു അറഫ മൈതാനത്തിലെ ആ വലിയ ജനക്കൂട്ടം. മഹ്സറിന്റെ ചെറിയൊരു പതിപ്പാണത്. ജനങ്ങൾ എന്ന് മൊത്തത്തിൽ പറഞ്ഞത് അതിലൊരു വിഷയമാണ്. വാദിം ഫിന്നാസി ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞത് 4-ാം വർഷത്തിലാണ് നോമ്പ്, 4-ാം വർഷത്തിലാണ് ഹജ്ജിന്റെ നിയമം ഇറങ്ങുന്നത്. പക്ഷെ 8-ാമത്തെ വർഷത്തിലാണ് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പണം ഉണ്ടായിരുന്നില്ല, ആളുകൾക്ക് പോകാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് ആ ആദ്യത്തെ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത്. ഇടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മഅലൂമാത്ത് എന്ന് പറഞ്ഞതും മറ്റുമായ കാര്യങ്ങൾ. ഏതായാലും ഇത്തരം രംഗങ്ങളിലെല്ലാം തന്നെ ഹജ്ജിന്റെ മഹിമയും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഫമൻ ഹജ്ജൽ ബൈത ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. എന്ത്? സംസർഗം പാടില്ല, അധർമ്മം പാടില്ല, കുതർക്കം പാടില്ല എന്നതിന് വാക്ക് അള്ളാഹു ഉപയോഗിച്ചത് അങ്ങനെ ഇല്ല എന്നാണ്. പാടില്ല എന്നല്ല, അങ്ങനെ ഇല്ല. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കട്ടിയാണ്. കാരണം അങ്ങനെ സംഭവമേ ഉണ്ടാവുകയില്ല. അത്രയും നമ്മൾ എന്തായിരിക്കണം? ഉഷാറായിരിക്കണം എന്ന ഒരു സൂചന അതിൽ പറയുന്നുണ്ട്. ജിദാല് എന്നത് തർക്കം. അതിന് പല വാക്കുകൾ വേറെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹിസാം, കടുത്ത കുതർക്കം. അതുപോലെ മുമാറാത്ത്, തമ്മിലുള്ള പോരടിക്കൽ, അതിന്റെയൊക്കെ എല്ലാ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സത്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നന്മ വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ യഅലമുഹുല്ലാഹ് എന്ന് പറഞ്ഞു. എന്ത് നിങ്ങൾ ചെയ്താലും, നന്മ ചെയ്താലും അത് പ്രത്യേകം അള്ളാഹു അറിയുമെന്ന് ഹജ്ജിന്റെ കാര്യത്തിൽ പ്രത്യേകമാണ്. അവിടെ ഒരു ഷർത്ത്, നിബന്ധനയായിട്ടാണ് വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് അള്ളാഹു അറിയുമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന പ്രത്യേക കൽപ്പന കുറച്ചുകൂടി ഉഷാറായിട്ട് പറയാണ്. അപ്പൊ അതിന്റെ ഗുണവും പറഞ്ഞു അള്ളാഹു അതിനെ അറിയും എന്ന്. അള്ളാഹു അക്ബർ. കുറേയേറെ മഹത്വങ്ങളും കുറേയേറെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഉൾക്കൊള്ളുന്ന ഹജ്ജ് നമ്മൾ നിർവഹിച്ചാൽ അതിന്റെ ഗുണമെന്താണ്? കയോമി വലദതുഹു ഉമ്മുഹു. അന്ന് ജനിച്ച കുട്ടിയുടെ പരിശുദ്ധി പോലെ നമ്മൾ തിരിച്ചു വരികയാണ്. 6 ദിവസത്തെ ഈ ഹജ്ജ് കൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് യാതൊരു പാപവുമില്ലാതെ തിരിച്ചു വരാൻ കഴിയുക? അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹം. നമ്മൾ സാധാരണ പോലെ 6 ദിവസം ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കോടിക്കണക്കിന് പാപങ്ങൾ, ലക്ഷക്കണക്കിന് പാപങ്ങൾ, തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടുക? അതൊരു വലിയ അതിശയം തന്നെയാണ്. അള്ളാഹുവിന്റെ മഹത്തായൊരു അനുഗ്രഹമാണ് എന്ന നിലക്ക് നമ്മൾ അത് മനസ്സിലാക്കണം. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, വേഗം ഹജ്ജ് ചെയ്യണം. ആയിട്ടില്ല, വയസ്സാകട്ടെ, പണി കഴിയട്ടെ, മകളെ കെട്ടിക്കട്ടെ. ഇസ്ലാം കാര്യം 6 വിചാരിക്കും ചിലര്. 5-ാമത്തെ കാര്യം എന്താ? മകളെ കെട്ടിക്കൽ. 6-ാമത്തെ കാര്യം ഏതാ? ഹജ്ജ്. അങ്ങനെയല്ല, വേഗം ചെയ്യണം. കാരണം രോഗമുണ്ടാകാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അവര് വഫ്ദുല്ലാ, അള്ളാഹുവിന്റെ ദൗത്യ സംഘമാണ്. അള്ളാഹു വിളിച്ചു, ഇവര് വിളി കേട്ടു. അള്ളാഹു ക്ഷണിച്ചിട്ട് വന്നതാണ് എന്നതാണ്. 3, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങളെല്ലാം അടുത്ത ഉംറയിലൂടെ പൊറുക്കപ്പെടും. ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ ഒരു കൂലി അതിനില്ല. മാ മിൻ മുസ്ലിമിൻ യുലബ്ബി. ഒരാൾ തൽബിയത്ത് ചെയ്യാൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഉംറയായാലും ഹജ്ജായാലും തൽബിയത്ത് ചെയ്യുമ്പോൾ ഇല്ല ലബ്ബ മൻ അൻ യമീനിഹി വശിമാലിഹി, വലത്തും ഇടത്തുമുള്ള മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും കല്ലും എല്ലാം തന്നെ തൽബിയത്ത് ചെയ്യും പടച്ചോനെ. അവരൊക്കെ സാക്ഷികളായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ അവരൊക്കെ അന്ത്യനാളിൽ ഇൻഷാ അല്ലാഹ് സാക്ഷികളായിരിക്കും. അതുകൊണ്ട് തൽബിയത്തൊക്കെ ശരിക്ക് ചെല്ലാൻ പറഞ്ഞു. ചില ആൾക്കാരൊന്നും മെനക്കെടൂല, എന്ത് മാന്യന്മാരായിട്ട് നടക്കും. അങ്ങനെയല്ല, ശരിക്കും ഉറക്കെ ചെല്ലണം, ആണുങ്ങൾ പെണ്ണുങ്ങൾ അല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുർ അസ്ഹാബക, നിന്റെ ആൾക്കാരോട് പറയൂ, ഫൽയർഫഉ അസ്വാതക്കും, ഒച്ചത്തിൽ പറയും തൽബിയത്ത് എന്ന്, അത് അള്ളാഹുവിന്റെ ഷിആറാണ് എന്ന്. 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന കഇത്ഖി റഖബ, ഒരു അടിമയെ മോചിപ്പിക്കുന്ന കൂലിയാണ്. എത്ര പ്രാവശ്യം നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. 7 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു അടിമയെ മോചിപ്പിക്കുന്ന കൂലിയാണ്. ആകെ അരമണിക്കൂർ 1 മണിക്കൂറാണ് വേണ്ടത്. അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്ന് മാത്രമല്ല, വലായളഉ ഖദമൻ, ഒരു ഒരടി വെച്ചു ഒരടി വെച്ചു, അപ്പോൾ അതെല്ലാം ഇല്ല ഹത്തല്ലാഹു ബിഹാ ഖതിഅ, അതെല്ലാം പാപം, ഓരോ പാപം ഒഴിക്കാൻ കാരണമാണ്, അള്ളാഹു പൊറുക്കാൻ കാരണം. ഒരടി വെക്കുമ്പോൾ ഒരു പാപം പൊഴിയുന്നു, ഒരടി വെക്കുമ്പോ ഒരു പാപം പൊഴിയുന്നു. വകുതിബ ലഹു ഹസന, ഓരോ അടിക്കും ഓരോ നന്മ എഴുതപ്പെടുന്നു. അതുപോലെ റുക്കിന് തടവുന്നതിനെ കുറിച്ചും ഹജറുൽ അസ്വദ് തടവുന്നതിനെ കുറിച്ച് പറഞ്ഞു, കഫാറത്തുൽ ഖതായ, പാപങ്ങൾ പൊഴിയുന്നതാണ്. അല്ലാഹു ഈ ഹജറുൽ അസ്വദിനെ കുറിച്ച് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. അതെന്താണ്? അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു എന്ന്, അല്ലേ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളായിരുന്നു. അത് എന്തായിരുന്നു സംഭവിച്ചത്? അത് വെളുത്തതായിരുന്നു. സവ്വദതുഹു ഖതായ ബനി ആദം, ആദമിന്റെ മക്കളെ കൊണ്ട് കറുത്തതാണ്. അപ്പൊ ഹജറുൽ അസ്വദ് ഇന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സങ്കടം, അതിൽ ഞാനും പങ്കാളിയാണല്ലോ, നമ്മളെല്ലാവരും പങ്കാളികളാകണല്ലോ എന്ന്. വലിയൊരു വിഷയമാണത്. ആ ഹജറുൽ അസ്വദ് ചുംബിക്കാന്ന് മാത്രമാണ് പലരും ചിന്തിക്കുന്നത്. ആ ചുംബിക്കുമ്പോൾ ആ കറുപ്പിൽ ഈ ജനകോടികളുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അവസാനമായി ഈ തലമുട്ടയടിക്കുവാനുള്ള കൽപ്പന ആണ് ഒന്നാമതായി. അത് സ്വീകരിക്കാതെ കുറച്ച് എവിടെയെങ്കിലും ഒക്കെ കട്ട് ചെയ്യുന്ന ആണുങ്ങളെ കാണാം. കുറച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാ ഭാഗവും മുടി നീക്കണം. പക്ഷേ ഒന്നാമത്തെ കാറ്റഗറി ഇതാണ്. നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും ചെന്നിട്ട് സെക്കൻഡ് ക്വാളിറ്റിയെ ചോദിക്കോ? ഇല്ല, ഫസ്റ്റ് ക്വാളിറ്റിയെ ചോദിക്കുക. സ്വർഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസാ ചോദിക്കുന്നത്. എവിടെ ചെന്നാലും നമുക്ക് വേണ്ട നല്ല ക്വാളിറ്റിയാണ്, നല്ല ബ്രാൻഡാണ്. പിന്നെ പണവും മറ്റൊക്കെ ഇല്ലാത്ത സന്ദർഭത്തിലല്ലേ. മുടി ഉണ്ടല്ലോ, പണമില്ലെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി വാങ്ങാൻ കഴിയില്ല. പക്ഷെ പണമുണ്ടല്ലോ, ഇവിടെ പണമായ മുടിയുണ്ട്, വെറുതെ കിടക്കുകയാണ് ആ മുടി. ആ മുടിയൊന്ന് മുട്ടയടിച്ചാൽ എന്താ വരാമോ? റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, തല മുട്ടയടിച്ച ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മുറിച്ചോൽക്കും? അപ്പോഴും പറഞ്ഞു തല മുട്ടയടിച്ചവർക്ക്. മുറിച്ചോൽക്കും എന്ന് ചോദിച്ചാൽ വീണ്ടും പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു വൽ മുഖസ്സിരീൻ, പിന്നെ മുറിച്ചോർക്കും, മുടി മുറിച്ചോർക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സ്ഥാനം, മഹിമ നമ്മളെല്ലാം കളഞ്ഞ് ത്യാഗത്തിന് വേണ്ടി പോവുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ മുടിയൊന്നും ഒഴിവാക്കാൻ പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല എന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. എങ്കിൽ ഏതായിരുന്നാലും ഈ ത്യാഗത്തിന്റെ ചരിത്രം ഓർത്തുകൊണ്ട്, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറിന്റെയും ചരിത്രം ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹജ്ജ് കൂടുതൽ ചെയ്യാനും അതെല്ലാം പരിപൂർണമാക്കാനും നല്ല കൂട്ടുകാരുടെ കൂടെ പോകാനും നല്ല ഗ്രൂപ്പുകളുടെ കൂടെ പോകാനും തൗഹീദിന്റെ പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളാനുമുള്ള ഒരു സന്ദർഭവും സംവിധാനവും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ച ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും എല്ലാം അനുഗ്രഹമരുളുമാറാകണം. നമ്മുടെ ദിക്റുകൾ ദുആകൾ എന്ന പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ജനനം മുതൽ മരണം വരെയും ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും ഉള്ള എല്ലാ കാര്യങ്ങളും
ലളിതമായി അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ അറബി ശരിക്കറിയാത്തവർക്ക് നമ്മൾ അതിൻ്റെ മലയാളം ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ വാക്കുകളായി മുറിച്ച് കൊടുത്തത് കൊണ്ട് കൂടുതൽ മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവരും ആ പുസ്തകം വാങ്ങി കൂടുതൽ ആളുകൾക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യുവാനും അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിച്ച് അതിന്റെ ആഴത്തിൽ സത്ത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സംസാരിക്കുന്ന ആൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.